അമ്മ ഒരു ശരിയായ ഒരു ഹൗസ് വൈഫായിരുന്നു. ഹസ്ബൻഡ്, കുട്ടികൾ മാത്രമായിരുന്നു അമ്മേൻ്റെ ലോകം. അപ്പം ഒരു വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ പിന്നെ അമ്മ എൻ്റെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പം അമ്മ ഒത്തിരി സ്കൂളും ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ മിസ് ചെയ്യുന്നത് മാതിരി തോന്നി. അപ്പോൾ എപ്പോഴും പിന്നെയുള്ള സംസാരം മുഴുവൻ ഫ്രണ്ട്സ്, സ്കൂള് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഒരു കല്യാണത്തിന് 2024 നമ്മൾ വന്നപ്പം അമ്മേൻ്റെ സ്കൂളിൽ അമ്മേൻ്റെ ഒരു കസിനും അവരനിയത്തിയും കൂട്ടിയിട്ട് നമ്മൾ സ്കൂളിൽ വന്നപ്പം വേറെ തന്നെ ഒരു അമ്മേൻ്റെ ഒരു ഇതാ കണ്ടത്, സന്തോഷവും ഇതുമൊക്കെ ആയിട്ട്. അങ്ങനെയാണ് ഈ കൂട്ടായ്മേൻ്റെ ഒരു ആശയം എനിക്ക് ഉദിച്ചത്. അതിൽ കമലാൻറ്റി ഒത്തിരി ഹെൽപ്പ് ചെയ്ത്. കമലാൻറ്റീൻ്റെ വീട്ടിൽ നമ്മൾ പോയിനായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവരെ ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ ആരും ഞാൻ കണ്ടിട്ടില്ല. ബാക്കി കുറേ ആളെ ഞാൻ ഇന്നാണ് കാണുന്നത്. കോണ്ടാക്ട്സ് കുറേ കിട്ടാൻ കുറേ ബുദ്ധിമുട്ടി. ഇവർ ഓരോ ക്ലൂ തരും. അപ്പോൾ എൻ്റെ ഒരു അനിയത്തീൻ്റെ ഫ്രണ്ട് ഉണ്ട്, കക്കാട് ഷാജി, മൂപ്പറാണ് ഒത്തിരി ഹെൽപ്പ് ചെയ്തത് തന്നെ. കോണ്ടാക്ട്സിൻ്റെ ക്ലൂ തന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനും കുറേ ആൻറ്റീസിനെ കണ്ടുപിടിക്കാനെല്ലാം ഒരാ ഹെൽപ്പ് ചെയ്ത്. ഒരു 8 ആൻറ്റീസ് ഹെൽത്ത് ഇഷ്യൂസും പല പ്രോബ്ലംസും കാരണം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. കണ്ണൂരിൽ തന്നെ ഉള്ളത്. പിന്നെ തൃശ്ശൂരിൽ നിന്ന് വസന്താൻറ്റി വരുന്നുണ്ട്, ഭാരതി ആൻറ്റി ഡോക്ടറാണ്, ഓരോ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നുണ്ട്. ആ പേപ്പറിൽ കണ്ടിട്ടാണ് ജയമാൻറ്റി എന്നെ വിളിച്ചത്. അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ വലിയ സന്തോഷം. അഭയമായി നിത്യവും പണിയും ഞങ്ങൾ സമരാതി പ്രശ്നങ്ങളാകവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും ജനതയും കൈകോത്തി നന്ദി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെപ്പോഴും ആനന്ദം തേടി വിജയിക്കമിരു നാമങ്ങൾ പാടി വിജയിക്കമിരു നാമങ്ങൾ
ഈ ഒരു യൂണിയൻ ഉണ്ടാവാനും എല്ലാവരും കണ്ടുമുട്ടാനും ഒരു അവസരം ലഭിച്ചത് ആശമ്മളുടെ ഒരേ ഒരു പുതിയ നവീനമായ ആശയമാണ് ആശയക്കാരുന്നത്. എത്ര ആൾക്കാർക്ക് ഒന്നോ ബോണസ് കിട്ടും. അന്ന് എല്ലാവരും കഴിച്ചിട്ട് അപ്പുറത്തോട്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അത്രയും സൗഹൃദത്തോടു കൂടി കഴിഞ്ഞവരാണ് ഞങ്ങളൊക്കെ. അപ്പോഴാണ് അത് റെഡിയാക്കി തന്നത്. ഈ ആഷിഖ് ചേട്ടനാണ് ഇതെല്ലാം ചെയ്തു തന്നത്. പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. എന്നെ കൊണ്ട് ഭയങ്കര സുഖികളില്ല, എല്ലാ ടീച്ചേഴ്സിനെല്ലാം ഭയങ്കര നോട്ടിയായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു ടീച്ചർ നോക്കി ഇവിടെ നമ്മുടെ ക്ലാസ് ടീച്ചറാക്കാം, എന്നാൽ ഈ കുട്ടികളുടെ കുറച്ച് കുറവുണ്ടാവും. അങ്ങനെ ഐ became a ക്ലാസ് ടീച്ചർ. അതെല്ലാം കഴിഞ്ഞിട്ട് സ്കൂൾ പീപ്പിൾ ലീഡർ ഇലക്ഷൻ വന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു ഇവരെല്ലാം കൂടി കഴിഞ്ഞാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് കൃഷി പ്രസന്ന ആൻഡ് ഗീത അവളെല്ലാം ദേവോത്സ ഓക്കെ യു ബി ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് കയ്യേയില്ല. ഞാൻ ഇല്ലല്ലോ നീ നിൽക്ക്, നമ്മൾ നിങ്ങൾ ജയിച്ചതാണ്. അങ്ങനെ ഒരു ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ ജയിച്ച് അവസാനം ഞങ്ങൾ ഗൾഫിൽ പോയിട്ട് 45 years I was in the Gulf. പക്ഷെ എനിക്ക് നടക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഐ ഡെവലപ്പ് സിവിയർ സ്കൂളിൽ പോയിട്ടാ നല്ലോണം പഠിച്ച് കളിച്ച് തമാശയും കളിയെല്ലാം ഇതായി ഇവരെല്ലാം കൂടെ നല്ല ജോളി അടിച്ച് പിന്നെ കല്യാണം എല്ലാം കഴിച്ച് പിന്നെ അങ്ങനെ ഇതായി. പിന്നെ ഇപ്പൊ ആണ് സ്കൂളിൽ വരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് സങ്കടമുണ്ട്. പണ്ട് ഇവിടെ ഒരു ബോറംസ് മരം ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ എത്തിയിട്ട് എല്ലാം പൊറുക്കിക്കൊണ്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കും. അതെല്ലാം ഒരു കാലം നല്ല ഇതായിരുന്നു. ഇഷ്ടത്തേ ഇല്ല, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഒന്നിലധികം ഗസ്റ്റ് റാങ്കിലേക്ക് റിട്ടയർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് കിട്ടിയ മോണിമെൻ്റാണിത്. അത് ഞാൻ ആശയോട് പറഞ്ഞ ഭാഷ പറഞ്ഞു നിർബന്ധപൂർവ്വം വാങ്ങി കൊണ്ടുവരണം. എനിക്കൊരു മോളാണ്, അവർ കോഴിക്കോട് സെറ്റിലാണ്. സണ്ണിലോ രണ്ടൊത്തിയിലാണ് കോഴിക്കോട്. ഞാനിവിടെ തന്നെയാണ്. ഇങ്ങനെയൊരു സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്, ഇങ്ങനെയൊരു സംഗമത്തെക്കുറിച്ചുള്ള ഒരു എന്താണോ പറയേണ്ടത് ആ ഒരു ആലോചന, ആ ഒരു ബുദ്ധി മനസ്സിലൊതിച്ച ആശക്തനും പ്രഭക്കും പ്രഭയുടെ എല്ലാമായ ആശകൾക്കും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. ഞാൻ SSLC കഴിഞ്ഞതിന് ശേഷം ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ റേഡിയോ മെക്കാനിസം പഠിച്ചു. കുറച്ച് കാലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് LIC ഏജൻസിയാണ്. 32 വർഷമായി LIC ഏജൻസി നിലനിർത്തി കൊണ്ടുപോകുന്നു. ഇന്ന് ഞാൻ അതിൽ പ്രയത്നത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ജയമ്മ എന്ന് പറയുന്നത് അവർ എന്നോട് ചോദിച്ചു എന്തായാലും ഗേൾസ് സ്കൂൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടുന്നത് വെട്ടുന്നില്ല, അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടി വരണം എന്നെ ക്ഷണിക്കുകയും അതുകൊണ്ടാണ് എനിക്ക് ഈ ഭാഗ്യം കിട്ടിയത്. സ്കൂളിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഓർമ്മകളാണ്. ഒന്നാമത് തന്നെ നമുക്ക് പ്രഗത്ഭരായ അധ്യാപികമാരാണ് ഉണ്ടായിരുന്നത്. ഏത് ഫീൽഡായാലും ശരി, ഗെയിംസ് മുതൽ അങ്ങേയറ്റം എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപികമാരും വളരെ ആത്മാർത്ഥമായും വളരെ സ്നേഹത്തിലും കുട്ടികളെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തിയെല്ലാം ഒരു നല്ലൊരു നിലയിലെത്തി സഹായിച്ചിട്ടുണ്ട്. ബാക്കി ഇവരൊക്കെ കണ്ടുവരും, പക്ഷെ അന്നും എനിക്ക് കളിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ കൂടെയുള്ളവരായിരുന്നു എന്നുള്ളത് കാരണം കാലം അങ്ങനെയാണല്ലോ. പിന്നെ അന്ന് കാലത്ത് ഫോണില്ല. പിന്നെ ഇവിടെ ആകെയുള്ളത് ഒരു ഓട്ടോഗ്രാഫാണ്. ഓട്ടോഗ്രാഫിൽ എല്ലാ അഡ്രസ്സും പല പല വഴിത്തരങ്ങളും പല ആശംസകളൊക്കെ അറിയിക്കും. പിന്നെ നമ്മൾ അയക്കുന്നതിന് കത്തിലൂടെയാണ് അന്നത്തെ കോണ്ടാക്ട്. ഇപ്പോഴാണല്ലോ പുതിയ മാറിയത്. ഇതാണ് ഇവരെയുള്ള. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെയൊരു സംഗമം തീരെ അപ്രതീക്ഷിതമാണ്. ഇതിനുള്ള എല്ലാ ക്രെഡിറ്റും ആശക്കും പ്രഭക്കും കൊടുത്താണ്. പിന്നെ ബാക്കി എല്ലാവരും ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഈ സമയത്ത് ഞാൻ ഇതിനെ
ഇത് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ അന്ന് അത്ര എൻജോയ് ചെയ്യില്ലായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് ഇവർക്ക് എന്താണ് മാജിക് സംഭവിക്കുകയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടറിയുന്നുണ്ട്. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ടാഗോർ വിദ്യാനികേതൻ തളിപ്പറമ്പ് അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മളൊരു 10 വർഷം മുമ്പേ ഒരു റീയൂണിയൻ ഇതുപോലെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അനുഭവിച്ചൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം അനുഭവിച്ചത് കൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുമ്പോൾ അത്രമാത്രം സന്തോഷം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ആശ അതിനുവേണ്ടി എടുക്കുന്ന ആ ഒരു എഫേർട്ടും കൂടി കണ്ടപ്പോൾ നിങ്ങളുടെ റീയൂണിയൻ പെട്ടെന്ന് ഉണ്ടാവണം എന്ന് എനിക്കും കൂടി ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് നിങ്ങളുടെ ക്ലാസ് കാണണ്ടേ, സ്കൂൾ മൊത്തം കാണണ്ടേ, ഓഡിറ്റോറിയം കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത്. ഏതായാലും നിങ്ങൾ ഓരോരാളും വന്ന് ചേർന്നതിൽ വളരെ 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 സന്തോഷം. അതേപോലെ നമ്മുടെ സ്കൂളിന് വേണ്ടി ഇത്രയും മനോഹരമായ ഒരു കർട്ടൻ തന്നിട്ടുണ്ട്, ഫാൻ തന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മുടെ സ്കൂളിന് ഫാൻ തന്നിട്ടുണ്ട്. അതിന് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അപ്പോൾ ആശ പൈസ അയച്ചു തന്നെങ്കിലും കാര്യങ്ങളൊക്കെ നിർവഹിച്ചത് നമ്മുടെ ആഷിക്കാണ്. ആഷിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം ലീവ് എടുത്ത് പിന്നെ പെരുന്നാളിൻ്റെ എല്ലാം തിരക്കും പിന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ലീവ് തലേന്ന് എൻ്റെ കയ്യിൽ തന്നത്. പിറ്റേന്ന് മുതൽ കർട്ടൻ്റെ പിന്നാലെ ഓട്ടായിരുന്നു. തലശ്ശേരി പോകുന്നു, വരുന്നു, ആളെ കാണുന്നു, ഏൽപ്പിച്ച ആളുടെ കുടുംബത്തിൽ ചെറിയൊരു അസൗകര്യം ഉണ്ടായതുകൊണ്ട് വേറൊരാളെ കാണുന്നു. അങ്ങനെ ആഷിക്കിൻ്റെ 20 കമ്പ്യൂട്ടർ ലീവ്, ആഷിക്കിന് വേണ്ടി എടുത്ത ലീവ് അങ്ങനെ പോവുകയാണ്. bought 3 paintings. എല്ലാ പഞ്ചായത്തും അതുപോലെ ഞാൻ കൂടെ പല സമയം ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്ന സംഭവമാണ് അതൊക്കെ കൂടെ അതിൻ്റെ ഇതിനായിട്ട് ഇവിടെ വരെ എത്തിയതിന് വളരെ താങ്ക്സ്. SLC കഴിഞ്ഞ് കോളേജിൽ ചേരാനാണ് തിരുവനന്തപുരത്തെ ക്രിസ്ത്യൻ കോളേജിൽ വന്നത്. അതിനുശേഷം പഠിപ്പ് പൂർത്തിയാക്കി. പഠിപ്പ് പൂർത്തിയാക്കുമ്പോഴേക്ക് കല്യാണം വന്നു. എൻ്റെ ഒരു എന്താ പറയുക ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. അങ്ങനെയാണ് എൻ്റെ ജീവിതം ഉണ്ടായത്. പക്ഷെ വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്താ പറയുക വീണ്ടും മുന്നോട്ട് പോയത്. കൂടാതില്ല നല്ല കുട്ടിയായിരുന്നു. എല്ലാവരെയും കാണാനുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ താമസിക്കുന്ന തൃശ്ശൂരാണ്, കണ്ണൂർക്കാരിയാണ്. പേരില്ല, പഴയൊരു ഡാൻസ് സ്കൂളിൽ നല്ല പരിപാടിക്ക് കാണുന്നത് എല്ലാവർക്കും നല്ല സഹകരണമാണ്. ഇപ്പൊ എല്ലാ ദിവസവും അവരെ വീഡിയോ കോൾ ചെയ്യും. അതുകൊണ്ട് അവരെ ഇവിടെ ആയാലും നമ്മൾ അത് കാണണം. പൂർവ്വ വിദ്യാർത്ഥികളെ ഓർമ്മ വന്നതാണ്. പിന്നെ അതേപോലെ ഞാൻ മക്കളെ കുട്ടികൾ വന്നത് ഞാൻ അവരോട് കൂടെ ഇരുന്നത് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കണം. താങ്ക് യു.
मूछों को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के मूछों को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के और रजनी फैंस don't miss that chance all the Rajini fans don't miss that chance chadro jawani bhara jor si maidan mein kehta Rajini da fan si maidan mein बजेगा ऑन द फ्लोर आना पड़ेगा लुंगी को उठाना पड़ेगा स्टेप करके അതിന്റെ വിന്നറെ നമുക്ക് അനൗൺസ് ചെയ്യാം. പൂവേ പൂവേ താഴം നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ കിളിയെ തത്ത കിളിയെ കൊഞ്ചി പറന്ന് കൂട്ടിലെത്തൂലേ നിറയെ തിന്നി ചിതറും കൊതിയായി കുറുമ്പേ കള്ള കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തി പുലർന്നും കറിയാ ആടാനെ ചൊല്ലണേ ആട്ടാടൻ ചൊല്ലണേ പാടാനെ കാരണിന്ന് കൊടും കാടാനെ കാരണിന്ന് ഞാനിന്നെ കേറിയപ്പോൾ നീലെ കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞി കൂടാണ് കണ്ടതയ്യ എന്തിന് നോക്കണേ ചന്ദിര മീനങ്ങളെ അയ്യോ ചന്ദിര മീനങ്ങളെ ഞാനില്ലാതെ പോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണ ചെക്കനുണ്ട് ചെണ്ടൊന്ന് വാങ്ങണം മുണ്ട് മൂടിക്കണം പൂത്താലി കെട്ടിയിടണം പൊന്നിൻ പൂത്താലി കെട്ടിയിടണം കളിയല്ല തീവാളും വെട്ടിയില്ല തിന്നന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം പന്തലിത്തെ മഴ ചൊരിയും ചക്രവർത്തി കുമാര ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ കരളിലുറങ്ങും കതിർ കാണാക്കിളി കാത്തിരിപ്പു നിന്നെ കാത്തിരിപ്പു നിന്നെ ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര चलो जवानी भरा जोर सी मैदान में कहता रजनी दा फैन सी मैदान में चलो जवानी भरा जोर सी मैदान में कहता रजनी दा फैन सी मैदान में डिस्को में जब ये गाना बजेगा ऑन द फ्लोर आना पड़ेगा लुंगी को
उठाना पड़ेगा, स्टेप करके दिखाना पड़ेगा। डिस्को में जब ये गाना बजेगा, ऑन द फ्लोर